ഹായ് ഡിയർ ഓൾ, ഇന്ന് ഞാനൊരു അടിപൊളി തക്കാളി ചട്നിയുമായാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ദോശയ്ക്കും ഇഡലിക്കും അതുപോലെ തന്നെ ഉഴുന്നുവടയ്ക്കും. തക്കാളി ചട്നി എന്ന് കേൾക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തവർ ഇത് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിച്ചിരിക്കും. അപ്പോൾ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ചെറിയ തീയിലേക്ക് വെക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ഉഴുന്നുപരിപ്പിൻ്റെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 5-6 വെളുത്തുള്ളി അല്ലിയും 4 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ തീയിൽ നമുക്ക് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നെയ്യ് പുരട്ടിയ ചെറിയ ചെറിയ ദോശകളും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈനിറയ അളവിൽ ചെറിയ ഉള്ളിയും ഒരു സവാള അരിഞ്ഞതുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറിയ ഉള്ളി മാത്രമായോ അല്ലെങ്കിൽ സവാള മാത്രമായോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്നു വന്നതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. ഇപ്പോൾ നന്നായി വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയുമാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇളക്കി മൂപ്പിക്കാം. ശേഷം ഇത് ആറാനായിട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം. പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതുമാണ്. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിലിനിയും വെള്ളം ചേർക്കേണ്ട ആവശ്യവുമില്ല, അതുപോലെ തന്നെ ഒത്തിരി പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ളതാണ് ആവശ്യമെങ്കിൽ അല്പം തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി താളിച്ച് ചേർക്കുന്നതിനായി 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും മസാല ദോശയോടൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിത് ദോശയോടൊപ്പമാണ് സെർവ് ചെയ്തത്. അങ്ങനെ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ തട്ടിൽക്കുട്ടി ദോശയും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. I expect your support and thanks for watching.